സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഇത് 1 കിലോ ചെമ്മീൻ ഓട് പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം. 5-10 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരച്ചത് ഇതിലേക്കിട്ട് ഒന്ന് ചേർത്തെടുക്കാം. ഇങ്ങനെ ചേർത്തെടുത്ത ശേഷം അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കണം. ഇങ്ങനെ മാറ്റിവെച്ച ചെമ്മീനാണ് ഇത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നല്ലെണ്ണയാണ് നല്ലത്. കുറച്ച് നല്ലെണ്ണ ഫ്രൈങ് പാനിൽ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള മസാല കരിഞ്ഞു പോകും. അപ്പോൾ അച്ചാറിൻ്റെ സ്വാദും കുറയും. അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് സൈഡിലേക്ക് മാറ്റി ഇതിൻ്റെ നടുക്ക് 1 കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ചതക്കിയത് ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം കറുപ്പത്തോല് ഇട്ട് കൊടുക്കാം. ഇവയുടെയെല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീനെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം. ഇവയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റിവെക്കാം. തണുത്ത ശേഷം നമുക്ക് ഒരു കുപ്പിയിൽ ഇടാം. ഇങ്ങനെ അച്ചാറുണ്ടാക്കി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തയക്കുന്നത് നല്ലതാണ്.
ഇനി ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം മാറ്റി വയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വിനീഗർ ഒഴിച്ച ശേഷമാണ് മാറ്റി വയ്ക്കേണ്ടത്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം നേരത്തെ ഇളക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഈ എള്ളെണ്ണ ഒഴിച്ച് വഴറ്റി വെച്ച കൂട്ടിലേക്ക് ഈ മസാല ചേർത്ത് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി മസാല മൂത്ത് വന്നാൽ ഇതിലേക്ക് നേരത്തെ ഇളക്കി വെച്ച ചെമ്മീൻ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ അച്ചാർ കേടുകൂടാതെ കുറേ കാലം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഏത് മീനെടുത്തും ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. ഇതിലൊഴിച്ചത് വിനീഗറും നല്ലെണ്ണയും ആയതുകൊണ്ട് ഒരു കേടും വരില്ല. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം.
നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.